ഉള്ളൂർ തുറുവിക്കൽ ക്ഷേത്രക്കുളത്തിൽ രണ്ടുപേർ മുങ്ങി മരിച്ചു. ഒരാൾ രക്ഷപ്പെട്ടു. പാറോട്ടുകോണം സ്വദേശികളായ ജയൻ, പ്രകാശൻ എന്നിവരാണ് മരിച്ചത്. ഓട്ടോ ഡ്രൈവർമാരായ ഇവർ 11 മണിയോടെയാണ് കുളിക്കാനായി ഇറങ്ങിയത്. ആഴം കൂടുതലായതിനാൽ കുളിക്കാൻ ഇറങ്ങാതിരിക്കാൻ ചുറ്റുമതിലും ഗേറ്റും സ്ഥാപിച്ചിരുന്നു. ജിബിൻ വിവരങ്ങൾ. പ്രജീഷ്, ഉള്ളൂർ ഈ ക്ഷേത്രകുളത്തിൽ ആഴം കൂടുതലായി തന്നെ അപകട സാധ്യത കണക്കിലെടുത്ത് ആരും അങ്ങോട്ടേക്ക് ഇറങ്ങാതിരിക്കാൻ വേണ്ടി അവിടെ ഗേറ്റൊക്കെ സ്ഥാപിച്ച് അതും അടച്ചിട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇതെല്ലാം മറികടന്നുകൊണ്ടാണ് ഇന്ന് രാവിലെ 11 മണിയോടുകൂടി 3 പേർ അടങ്ങുന്ന സംഘം ഈ കുളത്തിലേക്ക് ഇറങ്ങിയത്. 11 മണിയോടുകൂടിയാണ് ഇവർ ഈ കുളത്തിലേക്ക് ഇറങ്ങിയത്. തുടർന്ന് ഏകദേശം ഒരു 12 മണിയായപ്പോഴാണ് സമീപവാസികൾ ഇതിൽ 2-3 പേർ കൈ ഉയർത്തിക്കൊണ്ട് മുങ്ങിത്താഴുന്ന ആ ഒരു അവസ്ഥയിലാണ് ഇവരെ കണ്ടത്. ഉടൻ തന്നെ നാട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് സ്ഥലത്തുള്ളവരെല്ലാം കൂടി ഇവരെ രക്ഷിക്കാനായി ശ്രമിച്ചുവെങ്കിൽ പോലും ഒരാളെ മാത്രമാണ് ജീവനോടെ രക്ഷിക്കാൻ സാധിച്ചത്. മറ്റു 2 പേർ മരിച്ച നിലയിലാണ് കുളത്തിൽ കാണപ്പെട്ടത്. തുടർന്ന് മരണം സംഭവിച്ച ഇരുവരെയും രക്ഷപ്പെടുത്തിയ ഒരാളെയും ചേർത്ത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു. എന്തായാലും ഒരാൾ മാത്രമാണ് ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് രക്ഷപ്പെട്ടിരിക്കുന്നത്. മറ്റു 2 പേരുടെ മൃതശരീരങ്ങൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ മോർച്ചറിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതിദാരുണമായ ഒരു സംഭവമാണ്. കാരണം ഈ ഒരു കുളത്തിൽ, ഉള്ളൂരിലെ ക്ഷേത്രകുളത്തിൽ അപകടങ്ങൾ പതിവായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ക്ഷേത്രകുളത്തിന്റെ ആഴം കൂടി കണക്കിലെടുത്തുകൊണ്ട് ആരും അങ്ങോട്ടേക്ക് കുളിക്കാനും മറ്റും ഇറങ്ങാതിരിക്കാൻ വേണ്ടി അവിടെ ഗേറ്റ് ഉൾപ്പെടെയുള്ളവ സ്ഥാപിച്ചിരുന്നത്. എന്തായാലും ഈ അതിദാരുണമായ സംഭവത്തിന് പിന്നാലെ ഇനി ആരും ഇറങ്ങുന്നതിന് എതിരെയുള്ള നടപടികളൊക്കെ തന്നെ ഇപ്പോൾ സ്വീകരിച്ചു വരികയാണ്. ശരി, ജിബിനാണ് വിവരങ്ങൾ നൽകിയത്.